അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വേറെ ഒന്നുമല്ല, മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നമ്മുടെ സബീർ ബ്രോന് ജോലി കിട്ടി വെച്ചാൽ. അപ്പോൾ നമ്മൾ പറയും യു കെയിൽ വന്നിട്ട് 3 വർഷം ആവണം, പിന്നെ PCC വേണം, പിന്നെ റെഫറൻസ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ജോലി കിട്ടുള്ളൂ. അതൊന്നും വേണ്ട, അതൊക്കെ ചുമ്മാ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുള്ളത്. നമ്മുടെ സബീർ ബ്രോന് എങ്ങനെയാണ് ജോലി കിട്ടിയെന്നുള്ള A to Z, അതായത് എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ, എങ്ങനെയാണ് CV സബ്മിറ്റ് ചെയ്തത്, ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്യണം, അതിനെപ്പറ്റി അതിനെ പറ്റിയാണ് ഇന്ന് മൂപ്പര് കവർ ചെയ്യേണ്ടത്. ഇത് 2 എപ്പിസോഡായിട്ടാണ്, അപ്പോൾ രണ്ടും ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ 2 ദിവസം മുമ്പ് എടുത്തു, അന്നേരം ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ റൂമിൽ, ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ ടു ABCUK ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ കയറിയെന്ന് ചോദിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം അബിയും പറഞ്ഞത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 5 years വന്നിട്ട് UK ആവണം, അല്ലെങ്കിൽ 3 years ആവണം എന്ന് അബി ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റാണ് വർക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ സർവീസാണ്. അത്യാവശ്യം നല്ലൊരു ജോലിയാണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. കാരണം നമ്മൾ ഈ ചെറുതിലേക്ക് നമ്മളെ ഫാദറൊക്കെ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ പോയി എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്താണെന്ന് കാണാനുള്ള ഒരു ഭയങ്കര ഇതാണ്. കാരണം ഒരു ഇങ്ങനെ ഭയങ്കരമാണ് ഇത് എന്താണ് ഇതിന്റെ അകത്ത്. കാരണം നമുക്ക് ആ ഗ്ലാസ് ഡോർ മാത്രമേ കാണൂ, അവര് സെക്യൂരിറ്റി കഴിഞ്ഞ് പോയാൽ നമ്മളൊന്നും കാണുന്നില്ല. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് മിക്കുള്ളവർ എയർപോർട്ട് കണ്ടത് ഇവിടെ UK വരുന്ന ഈ ഞാനും എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ഈ UK വരാൻ നേരത്താണ് എൻ്റെ ഈ എയർപോർട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ കാണുന്നത്, ഫ്ലൈറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വന്നിട്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി ഒരു പാടുമില്ല. അപ്പോൾ എയർപോർട്ടിൽ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു വെയർ ഹൗസിലായിരുന്നു. വെയർ ഹൗസിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്തു അവിടുത്തെ. കാരണം അത്യാവശ്യം നല്ല വർക്ക് ഹാർഡായതുകൊണ്ട് ഞാൻ പിന്നെ എയർപോർട്ടിലേക്ക് അപ്ലൈ ചെയ്തതായിരുന്നു. അതെൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആയിരുന്നു എയർപോർട്ടിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പം ഇവിടെ ആരെയും റെഫറൻസും കാര്യങ്ങളൊന്നും വേണ്ട എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ UK റെഫറൻസ് ഒന്നും വേണ്ട. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പം അബിയെ കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഒരു രാജ്യത്ത് ആർക്കും റെഫർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചില വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഈ റെഫർ ചെയ്ത് സ്കീമോടെ ഈ 50 പൗണ്ടൊക്കെ കിട്ടുന്ന ഒരു വകുപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പേര് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ എയർപോർട്ടിൽ അങ്ങനെ ഒരു റെഫറൻസേ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എയർപോർട്ടിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ജോലിയാണ്. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഈ പൈലറ്റോ അങ്ങനെ അവിടെ കൊണ്ട് തീരുന്നതല്ല. അവിടെ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെ തൊട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറി പോകുന്നത് വരെ ഉള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് സെക്യൂരിറ്റിയിലേക്ക് ഒരു അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നമുക്ക് പോലീസ് ക്ലിയറൻസ് വേണം. നാട്ടിലെ PCC, പക്ഷെ നാട്ടിലെ PCC അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് നാട്ടിലെ PCC തരുന്നതെന്ന് പറയുന്നത് നമ്മളിതിപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തെ വാലിറ്റിയിലായിരിക്കും. അത് 3 മാസം 6 മാസം ഞാൻ കൺഫേം ഷുവറല്ല. അപ്പോൾ ആ ഒരു വാലിറ്റിയിലായിരിക്കും നമുക്ക് ഈ പോലീസ് ക്ലിയറൻസ് വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് നമ്മൾ എന്നിവിടെ ലാൻഡ് ആയോ അന്ന് വരെയുള്ള പോലീസ് ക്ലിയറൻസ് ആണ് അവർക്ക് വേണ്ടത്. അത് നമുക്ക് എംബസി ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ UK പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോയും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് എനിക്ക് തോന്നുന്നു 30-40 പൗണ്ടാണ്ടേ ഉള്ളൂ. അതുമായിട്ട് നമ്മൾ ഈ ഇവിടെ എംബസി പോയി കഴിഞ്ഞാൽ, വിസ കൗൺസിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ പേപ്പർ കിട്ടും. അത് എല്ലാവരും എടുത്തു വയ്ക്കുക. നമുക്കിപ്പം ഏത് സെക്യൂരിറ്റി ആയിട്ടുള്ള, ഇപ്പം പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എയർപോർട്ട് ആയിക്കോട്ടെ, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ ക്ലിയറൻസ് കൊടുക്കേണ്ടി വരും. അത് ഫസ്റ്റ് ഘടകമാണ്. അത് ആദ്യം എടുത്തു വെക്കുക. കാരണം നമ്മളിപ്പം ഒരു വേക്കൻസി കണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാമോ, ഞാൻ വന്ന് 2ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ എയർപോർട്ട് ജോബ് അപ്ലൈ ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 2ാമത്തെ ദിവസം എനിക്ക് ഇവിടുത്തെ ഭാഷയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇതുണ്ടോന്ന്. അപ്പം ഞാൻ നാട്ടിലെ കാണിച്ചു. അപ്പോൾ അവർ അത് ഇത് ചെയ്തിട്ടില്ല, അവർ അത് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ഇൻ്റർവ്യൂ പോലും വിളിച്ചില്ല, അവർ എന്നെ പറഞ്ഞുകൂടെ ഉണ്ടായത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം നമ്മൾ ആ ഒരു പേപ്പർ ക്ലിയറൻസ് പോലീസ് ക്ലിയറൻസ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോലിക്ക് അപേക്ഷിച്ചാലും നമുക്കൊരു ഡിലേ വരത്തില്ല. കാരണം ഇതിന് വേണ്ടി പിന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ആ ഒരു പോലീസ് ക്ലിയറൻസ് എന്തായാലും മസ്റ്റായിട്ട് മേടിച്ചിരിക്കുക. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ എയർപോർട്ടിൽ ഇപ്പം മാഞ്ചസ്റ്റർ എയർപോർട്ട് എടുക്കുകയാണെങ്കിൽ മാഗ് എന്നാണ് പറയുന്നത്. മാഗ് സെക്യൂരിറ്റി ഇതിൽ മാത്രമേ അവർ പറയുന്നത്, ബാക്കിയെല്ലാം ഔട്ട്സൈഡ് ഏജൻസിയാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം
സിസ്പോർട്ട് ഉണ്ട്, ഡെനാറ്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്, ABM ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി എടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ജോലി ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാ ജോലിക്കും ചറവറ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. ആ ഡിസ്ക്രിപ്ഷനുമായിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഒരു വട്ടം അപ്ലൈ ചെയ്തു, റിജക്റ്റ് ആയി, വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തെങ്കിലും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ചെല്ലുന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ മാക്സിമം ചോദിക്കുന്നത് റിയൽ ലൈഫ് അവർ ചോദിക്കുന്നത്. നമ്മളെ നാട്ടിലെ പോലെ ഒരു ഇൻ്റർവ്യൂ അല്ല ഇവിടെ നടക്കുന്നത്, റിയൽ ലൈഫ് അവർ ചോദിക്കുന്നത്. നിങ്ങളെ റിയൽ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നിങ്ങൾ എങ്ങനെ സോർട്ട് ചെയ്തു. അപ്പോൾ അത് ഒരു നിങ്ങളൊരു സിനാറിയോ നിങ്ങളത് ക്ലിയർ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് അത് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ലാംഗ്വേജ് കാര്യങ്ങളും ഇനി ഞാൻ വന്നതിന് ശേഷം എനിക്കും എൻ്റെ ലാംഗ്വേജും ഒട്ടും ശരിയായിട്ടില്ല. ഞാനും വളരെ ഡൗൺ ആണ്. ഞാനും ഈ ചില സമയം ബ്രിട്ടീഷുകാർ ഫോണിൽ കൂടെ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്യൂ വരുന്നത് ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റും. ഫോണിൽ കൂടെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ നമ്മൾ ഇവരുമായിട്ട് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം മിക്കുള്ള ആൾക്കാരും വെയർ ഹൗസ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവിടെയുള്ള ഒരു മലയാളിയായിരിക്കും. അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഔട്ട്സൈഡ് ഇപ്പം എയർപോർട്ട് അങ്ങനെ പോലുള്ള ഒരു ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റ് റിലേറ്റഡ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ പല ആൾക്കാരെ കാണേണ്ടി വരും. അപ്പോൾ അവിടുത്തെല്ലാം പല രീതിയിൽ സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സംസാരിക്കും തോറും നമ്മുടെ ലാംഗ്വേജ് നന്നായിക്കൊണ്ടിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു മലയാളത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചാലേ നമുക്ക് പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇംഗ്ലീഷുകാരോട് നമ്മൾ ആ ആക്ഷൻ്റെ പോലും നമ്മുടെ ആക്ഷൻ്റെ പോലും സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അവർ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ അവർ ആദ്യം ചോദിക്കുന്നത് വന്നിട്ട് എത്ര ആളായി. നമ്മൾ 2 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നാണ് അവർ റിപ്ലൈ ചെയ്യുന്നത്. കാരണം നമുക്ക് ബുദ്ധിമുട്ട് മലയാളത്തിൽ സംസാരിക്കാനുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. അപ്പം ലാംഗ്വേജ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ജോബിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ട് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് അതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ABM എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ABMൽ ഒരുപാട് വേക്കൻസി കിടപ്പുണ്ട്. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കയറി അപ്ലൈ ചെയ്തില്ല. ഞാൻ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, കസ്റ്റമർ സർവീസ് ഏജൻറ്റ്, കസ്റ്റമർ കെയർ ഏജൻറ്റ് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു, ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു. പിന്നെ 5 റെഫറൻസ് മസ്റ്റായിട്ട് കൊടുക്കണം. അതിപ്പം ജോലി ഉള്ളവരായിരുന്നെങ്കിൽ ജോലി സ്ഥലത്ത് അത് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഇതിലായിരിക്കണം ആ മെയിൽ ID കൊടുക്കേണ്ടത്. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അവർ വിളിച്ചാൽ മനസ്സിലാവുന്ന ആളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇപ്പം നമ്മൾ UK നമുക്ക് നിയറസ്റ്റ് ഇപ്പം ഒരു 6 മാസം വേണ്ടി UK ഉണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ആളെ നമ്പർ കൊടുക്കാം. ഫ്രണ്ട്സിൻ്റെ നാട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ നമ്പർ കൊടുക്കാം. എന്നിട്ട് അവർ ചോദിക്കും എന്താണ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആഴ്ചയിൽ സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ജോലി തന്നെ വേണമെന്നില്ല. റെഫറൻസ് കൊടുക്കാൻ വേണ്ടി അയ്യോ ജോലി റെഫറൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യം. ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുമായിരുന്നു. ഇതിൻ്റെ ഇവൻസിലുമായിട്ട് ഈ ഫ്രണ്ട് എൻ്റെ കൂടെ ഉള്ള, അപ്പോൾ അവർക്ക് റെഫറൻസ് മാത്രം മതി. ഓക്കെ. അപ്പോൾ റെഫറൻസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ലാബിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം റെഫറൻസിൻ്റെ കാര്യം നിങ്ങൾ 5 ഇയർ റെഫറൻസ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതും അയ്യോ 5 ഇയർ, അപ്പോൾ 3 ഞാൻ 2 വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ, 3 വർഷം ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് റെഫറൻസും കൊടുക്കാം. അവർക്ക് റെഫറൻസ് മതി, ഒരു ഫ്രണ്ട് മതി. ഓക്കെ. അപ്പം അത് രണ്ടാമത്തെ ഘടകം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു PCC വേണമെന്ന്, ഇത് റെഫറൻസ് വേണമെന്ന് രണ്ടാമത്തെ കേസ്. പിന്നെ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം